BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണല്ലേ പുതിയ ഈ രാജീവ് ചന്ദ്രശേഖർ. അയാൾ ഈ ദേശീയപാത ഉദ്ഘാടനത്തിന് മോടി വന്നല്ലോ. അപ്പം അതിന് ഈ മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദത്തിൻ്റെ പേരിൽ അയാൾ പറഞ്ഞതാണ്. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്, ഈ മരുമോനി കുടുംബത്തേക്ക് ക്ഷണിക്കണമെന്ന്. രാജീവ് ചന്ദ്രശേഖറിനെ അറിയാവോ? റിയാസ് ആരാന്ന് കേരളത്തിൻ്റെ? ചിലപ്പോൾ അറിയലായിരിക്കും, കാരണം ഈ BJPക്കാർക്ക് തലയിൽ ചാണകമായതുകൊണ്ട് ചിലപ്പോൾ അറിയാനും പണിയായിരിക്കും. കാരണം ഈ രാജീവ് ചന്ദ്രശേഖറിന് മുമ്പേ ഉള്ളി ആണല്ലോ, അയാളെ അവസ്ഥ തന്നെ. എങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളും പറയാൻസും വെച്ചിട്ട്. അപ്പം അതുപോലെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും പറയുന്നത്. മരുവന് അതെന്തോ ആയിക്കോട്ടെ, അയാൾ ഈ കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയാണ് അല്ലേ, റോഡുമായിട്ടെല്ലാം ബന്ധപ്പെടുന്ന ഒരു മന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ദേശീയപാത എന്നൊക്കെ പറയുന്ന റോഡുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ അയാളെ വിളിക്കണോ? അതൊക്കെയാണ് അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. മുഹമ്മദ് റിയാസ് എന്നൊക്കെയുള്ള പേരാണ് ചന്ദ്രശേഖർ അതിൻ്റെ പ്രശ്നമെങ്കിൽ അതിന് വർഗീയത എന്നൊക്കെയാണ് പറയുക. ഇനി അതല്ലെങ്കിൽ ഒരു വർഗീയ പാർട്ടിയുടെ നേതൃത്വങ്ങളിലുള്ള ആൾക്കാർ വരുമ്പോൾ ഈ രീതിയിൽ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വിളിച്ചില്ല എന്നുള്ളതാണ്. അല്ലാതെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടോ ഇനി അതല്ലെങ്കിൽ പിണറായി വിജയനോടോ ഇനി മുഹമ്മദ് റിയാസിനോട് തന്നെ വിയോജിപ്പുണ്ടെങ്കിൽ പോലും, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അത് ഏതെങ്കിലും ഒരു പാർട്ടീൻ്റെ മുഖ്യമന്ത്രിയല്ല, എല്ലാ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന എല്ലാ ജനങ്ങളുടെയും മന്ത്രിയാണ്. ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ മന്ത്രിയാണ് അല്ലേ. അയാളുടെ ആ ഒരു കാലയളവ് പൂർത്തീകരിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? അയാളെ മന്ത്രിയായിട്ട് അംഗീകരിക്കണം. അയാൾ തന്നെയാണ് നമ്മളെ മന്ത്രി. ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിൽ അറിയുന്ന പോലെ ആരെങ്കിലുമൊക്കെ ഈ നേതൃത്വങ്ങളിലേക്ക് ഇരുത്തിയ പോലെ. രാജീവ് ചന്ദ്രശേഖർ എന്നൊക്കെ പേരൊക്കെ കേൾക്കാൻ നല്ല ഭംഗിയില്ലേ, അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ തലയിലുണ്ടാകുമ്പോൾ അതല്ലേ അതിൻ്റെ ഒരു സുഖം. എന്തൊരു വിരോധാഭാസമാണ് നോക്കുന്നത്, അല്ലാത്ത ജാതികളല്ല.